ക്ഷീണിച്ച് കഴിച്ച് നമ്മള് വയർത്ത്. അപ്പൊ നമ്മള് പോയില്ലേ? നമ്മള് 2 ദിവസം വയനാട് അടിച്ചു പൊളിക്കുകയാണ് ഗായ്സ്. അത് നമ്മൾ നടക്കൂല ട്രിപ്പ് നമ്മൾ ഫാമിലിക്ക് നടത്തിയാണ് കാണിച്ചു കൊടുത്തത്. ഒരു വണ്ടി മാത്രല്ല, ഞങ്ങള് ഇഷ്ടം പോലെ വണ്ടി കൊണ്ട് 6 വട്ടം അപ്പൊ നമുക്ക് മൂത്ത കാരണത്തിലേക്ക് പോവാം. നമ്മളെ കുക്കുലേക്ക് പോവാം. ഈ അസ്ലൂബ് മുഹൂർത്തത്തിൽ എന്താണ് പറയാനുള്ളത്? സിദ്ദിഖാമ പറയും, ഈ അസ്ലൂബ് മുഹൂർത്തത്തിൽ ട്രിപ്പ് സക്സസ് ആയ പിന്നിൽ എന്താ പറയാ? എല്ലാരെ നയിപ്പുകളും പിന്നെ ഫിദുവിന്റെ ഒരു സസ്പെൻസും. അടുത്ത നമ്മളെ സ്വന്തം വണ്ടിയാട്ടാ. അപ്പൊ അതിന് ശേഷം നമ്മളെ പറഞ്ഞ വണ്ടി നമ്മള് എടുത്തതാണ്. സംഭവം ആരും അറിയില്ല. എല്ലാരും കണ്ടപ്പോ ഞെട്ടിപ്പോയി. നമ്മളെ വലിയ കാരണത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത നമ്മളെ മുത്തുവാക്കയിലേക്ക് തന്നെ പോവാം. ട്രിപ്പ് ഇത്ര എത്തിച്ച മുത്തുവാക്ക ഞാനാണ്. താങ്ക് യു. അടുത്ത വലിയ കാരണമായിട്ട് പറയാനുള്ളത് ഈ ട്രിപ്പിനെ പറ്റി? സംഭവം ഓക്കെയാണ്, അടിപൊളിയാണ്. നമുക്ക് പൊളിക്കണം. അല്ല, കുഞ്ഞുമാക്ക് ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മള് വണ്ടി ശരിയാ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാല്ലേ? ഒന്നും പറയാനില്ല. അപ്പൊ ഇതിന്റെ കോർഡിനേറ്ററായ നമ്മളെ സ്വന്തം മാമൻ എന്ന് 2 വാക്കാണ്. ഒന്നും പറയാനില്ല. നമ്മൾ പോയി എൻജോയ് ചെയ്യണം. ഒന്നും പറയാനില്ല. ഓക്കെ. നമ്മൾ എത്ര ആളുണ്ട്? നമ്മൾ ടോട്ടൽ പറഞ്ഞാൽ 57 ആൾക്കാർ. 57 ആൾക്കാർ ടോട്ടൽ ഉള്ളത്. വണ്ടിയും ഫുള്ളായിട്ടില്ല, ആൾക്കാരും ഫുള്ളായില്ല. നമ്മളെ 17 ഉണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടംപോലെ കാറുണ്ട് ഇവിടെ. ഒന്നതാ. പിന്നെ അപ്പുറത്ത് 2 കാറുണ്ട്. നമ്മളെ മെയിൻ ടൂർ പോകുമ്പോ വണ്ടിയൊക്കെ ഫുള്ള്. എത്ര വണ്ടിയാണ് അതിനെ പറഞ്ഞേ? ഒരു വണ്ടി 2 3 വണ്ടി. പിന്നെ ഇത് നമ്മളെ വണ്ടിയാണ്. അതൊക്കെ അപ്പുറത്ത് ഒരു ടൂർ പോവാനാ. വണ്ടികളുണ്ട് ഇതില്. അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. 57 ആൾക്കാരുണ്ട്. ചോദിക്കും നമ്മളെന്താ ബസ് എടുക്കാത്ത, അല്ലെ നിങ്ങൾ എന്തുകൊണ്ട് ബസ് ആയിട്ട് വന്നില്ലാന്നുള്ളത്. ഓരോരുത്തരും ഓരോ വൈബിലാണ്. ബസ് എടുത്തിട്ടില്ല. ഇതും അതേപോലെ തന്നെ നമ്മള് എല്ലാരും പറ്റിച്ചൊരു സംഭവമാണ്. സർപ്രൈസ്. ഒരു ട്രിപ്പിന്റെ പ്ലാൻ ഇടാൻ തുടങ്ങിയിട്ട് കൊറേ ആയി. നടക്കൂലെന്ന് എല്ലാരും നടത്തി അങ്ങോട്ട് കാണിച്ചു. കൂടി നല്ല ചിട്ടയോട് പെൺമണിമാർ പാട്ടുപാടി കൊണ്ടുവന്നോടി എന്ന് കൂട്ടുകാരി തോഴിമാരോടിമ്പമോടി. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ റിസോർട്ടിൽ എത്തി. നമ്മളെ വണ്ടി മേലെ പാർക്ക് ചെയ്ത് വെച്ചാണ്. ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതില് കീഞ്ഞൊരിച്ച് താഴത്ത് വീണു. കുഞ്ഞാല് എല്ലാ സാധനവും ഉണ്ട്. പിന്നെ നേരെ അപ്പുറത്ത് ഡാമാണ് കേട്ടോ. നമ്മളെ കാരാപ്പുഴ ഡാമാണ് ഗൈസ്. അതേപോലെ തന്നെ പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡാമിന്റെ അടുത്ത് തന്നെയാണ് പൂളും. നല്ല വൈബുള്ള സ്ഥലമാണ്. നമ്മൾ തന്നെ ഏകദേശം അല്ല 50 ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് ഒക്കെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ അടിയിൽ കിച്ചൺ ഏരിയ ഉണ്ട്. കുറെ സംഭവങ്ങളുണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് എവിടെ പോയാലും തിന്നല് നമ്മളെ മെയിൻ പരിപാടിയാണല്ലോ. കഴിക്കുക. ഇവിടെ പാഷൻ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ സപ്പോർട്ട മാത്രം എടുത്തിട്ടുള്ളൂ. ഇപ്പം ബാക്കി നമുക്ക് പിന്നാലെ എടുക്കാം. ഒക്കെ കഴുകാതെ തിന്നാണ് എല്ലാവർക്കും പരാതി. ഞാൻ കഴുകി തിന്നാൻ പോകും. സപ്പോർട്ട കഴുകി തിന്നാണ്. ഓക്കെ. പാഷൻ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വാ, നമ്മള് പൂളും കാര്യങ്ങളും കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറിച്ച സപ്പോർട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിക്കാം. ഷട്ടിൽ കളിക്കാൻ ഷട്ടിൽ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം സമയത്ത് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ നോക്കാം. നല്ലൊരു പീസ്ഫുൾ ആയൊരു പ്ലേസ് ആണ്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മലയും കാര്യങ്ങളൊക്കെ കാണാം. ഡാമും മലയും ഒക്കെ ഉണ്ട്. നമ്മളെ കൂടെ ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. മൈക്കിൾ ജാക്സന്റെ മോനാണ്. ഒന്ന് കാണിച്ചു കൊടുത്താ കാണിക്കണ്ട. അന്നതിന് കൂട്ടണില്ലല്ലോ. അന്നാരെ കൂട്ടണേ. അപ്പൊ 5 കുട്ടികളെ കാണിച്ചു കൊടുത്തു. നമുക്ക് ഇരിക്കാന് ഇവിടെ സ്ഥലം ഉണ്ട് കേട്ടാ.
പിന്നെ തെങ്ങുമ്പോ തേങ്ങ ഇല്ല, അതുകൊണ്ട് തേങ്ങ തലേക്ക് പോകുന്നുള്ള പേടി ആർക്കും വേണ്ട. ഓക്കെ, ഇവിടെ നമുക്ക് തീയിടാനുള്ള സാധനം കണ്ടിട്ടോ. എന്ത് തീയിടാനുള്ളതെന്നാവോ, ഇനി ഇത് മൊത്തത്തിൽ തീയിടാനാണോ അതോ വേറെ എന്തെങ്കിലും അറിയില്ല കേട്ടോ. പിന്നെ അവരുണ്ടാക്കി വെച്ച മലയും കാര്യങ്ങളും ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള മലകൾ വേറെ ഉണ്ട്. വേറൊക്കെ അത്രയൊക്കെ ഉള്ളു സംഭവം. ഞാൻ എന്താ അറിയില്ല, ക്ഷീണിച്ചിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം. കുളിച്ചിട്ട് ബാക്കി നോക്കാം. നമ്മളെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ റൂമാണ്, അത് നമ്മളെ റൂമാണ്. നമ്മളെ അമ്മക്ക് അവിടെ ഉണ്ട്. പിന്നെ ഇത് മാമന്റെ ഭാര്യ. ഹലോ ഗൈസ്, കാണും ഗൈസ്, ഈ തള്ള ഞാൻ വണ്ടി ഓടിക്കുമ്പോ എന്റെ താടക്ക് ഇങ്ങനെ അടിച്ചിന്. ഇത് പിന്നെ ഞങ്ങളെ സുഖമില്ലാത്ത അമ്മായി. ഇത് കുറച്ച് മാനസിക പിരിമുറുക്കുള്ള വേറെ അമ്മായി. അത് ഗുളി കുടിക്കണം അമ്മായി, എപ്പോഴും ഗുളി കുടിച്ചോണ്ട്. ഇതൊക്കെയാണ് ആൾക്കാര്. ഇത് കൊടുത്താ ഈ പ്രൊഡക്റ്റിന്റെ തന്നി തള്ളി ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഗൈസ്, പിന്നെ വേറെ വിശിഷ്ട അതിഥികളെ കാണിച്ചു തരാം. ഇത് എന്റെ ഉമ്മാന്റെ രണ്ടാമത്തെ അനിയത്തി. ഇതിന്റെ എന്റെ അല്ല, എന്റെ ഉമ്മന്റെ മൂന്നാമത്തെ അനിയത്തി, ലാസ്റ്റ് അനിയത്തി. രണ്ട് അനിയത്തിമാരും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്, വലിയ പാരമ്പര്യമായിട്ട് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. വേറെ പോട്ടെ. പിന്നെ ദിസ് ഈസ് മൈ മോം, ഞാനമ്മ. ഇവർക്കൊക്കെ കുറവാണെങ്കിലേ യൂട്യൂബിലിട്ടേത്, അതിലിട്ടേത്, ഇതിലിട്ടേത് എന്നൊക്കെ പറയും. ഒക്കെ കുറവിന്റെ ആൾക്കാരാ. എന്ത് ചെയ്യാനാ, ഞാൻ മാത്രം അങ്ങനെ ആയിപ്പോയി. ഇത് ഞങ്ങളെ പുഷ്പരാജ്. ഞങ്ങള് ഹൈദരാബാദിൽ നിന്ന് പ്രത്യേകം ടൂറിനായിട്ട് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. വരുമ്പോ പവറൊന്നുമില്ല, എല്ലാവരുടെ അവസ്ഥയും കഴിഞ്ഞാണ്. പിന്നെ ഒക്കെ ഇപ്പൊ പൂളിൽ പോയി ചാടാൻ തുടങ്ങി. ഇനി ഞാൻ ഡ്രസ് പറ്റി ഞാൻ പോയി ചാടട്ടെ. ഇതാണ് സംഭവം. ഒരാള് കൺമുന്നിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇറച്ചി തിന്ന, ഇതാണ് മെയിൻ പരിപാടി. വെറുതെ ഈ പെണ്ണുങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള സ്വഭാവം തോന്നുന്നുണ്ട് അല്ലേ? വെറുതെ ഓരോ മനുഷ്യന്മാരെ ഇറച്ചി തിന്നുക. എന്റെ അമ്മയാണേയും എളാമയാണേന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെ ഇപ്പൊ ഇതിൽ വന്ന് പെട്ടുപോയെന്ന് എൻ്റെ ഒരു ചിന്ത. ഇതാണെന്നുണ്ടെങ്കിൽ അണ്ടാര പറഞ്ഞമാതിരി ഫോണിൻ്റെ ആര് ഡിലീറ്റ് ആക്കാനോ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനോ ഒന്നും പറ്റൂല. അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി പോയിണ്ടാവും. ഇതുവരെ ഓഫീസ് റൂമാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല. ആണെന്ന് തോന്നുന്നു. ഇവിടെ റൂമുണ്ട്. പിന്നെ അതിലൊക്കെ നല്ല നല്ല രസമുള്ള ഒരു സ്ഥലങ്ങളുണ്ട്. പിന്നെ സീസൺ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആവട്ടോ. ഉണ്ടോ? കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനെങ്കിലും വന്നാണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്ഥലം വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാരാപ്പുഴ ഡാം, അതായത് വയനാട് കാരാപ്പുഴ ഡാം പോണ വഴി ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് കൂടെയുള്ള റോഡിനാണ്. പേരും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ ഒരു സംഭവം ഇതൊക്കെയാണ്. ബാക്കി പിന്നെ